നമസ്കാരം. പിണറായി വിജയന്റെ കാലത്തെ മാധ്യമപ്രവർത്തകരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പിണറായിയെ കാണുമ്പോൾ വിറയ്ക്കുമായിരുന്നു. അത്ര ഭയമാണ് അവർ. ഒരൊറ്റ ചോദ്യം പോലും പിണറായിയോടൊന്നല്ല, പിണറായിയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളോട് പോലും ചോദിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ വല്ലതും ചോദിച്ചാൽ കടക്കൂ പുറത്തെ എന്ന് ഒരു പേടിയുമില്ലാതെ പറയും. മൈക്കും ക്യാമറയൊക്കെ കെട്ടിപ്പറക്കി ഇറങ്ങിപ്പോവേണ്ടി വരും. അല്പം പോലും ആത്മാഭിമാനം ഈ 10 വർഷവും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നില്ല. സർക്കാരിനെതിരെയോ പാർട്ടിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ കൊലപാതകം നടത്തുമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഈ 10 വർഷക്കാലം കൊണ്ട് അടിമകളായി മാറി. പിണറായി സ്തുതിയിൽ ഇവരൊക്കെ ബിരുദമെടുത്തു. ഓരോ മാധ്യമപ്രവർത്തകനും പിണറായി എന്ന രക്ഷകനെക്കുറിച്ച് വാതോരാതെ വാക്കുകൾ എഴുതി. ഹിറ്റ്ലറുടെ കാലത്ത് എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരുന്നു പിണറായിയുടെ കാലത്തും. അങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട വെറും സ്തുതി പാഠകരായി മാറി മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും. അതായിരുന്നു പിണറായിയുടെ ആത്മവിശ്വാസം. ഒരൊറ്റ ഒരുത്തൻ തനിക്കെതിരെ എഴുതില്ല. താൻ പറയുന്ന നുണകൾ അവർ ആവേശം കൊള്ളിച്ച് എഴുതിക്കൊണ്ടിരിക്കും. അതിന് മേമ്പൊടിയായി ജനപ്രിയ നടൻ മോഹൻലാലിനെ കൊണ്ടുവന്ന് പിണറായി ഒരു നാടകം കൂടി കളിച്ചു. പിന്നാലെ നാടുനീളെ പിണറായിയുടെ ഫ്ലെക്സുകൾ നിരത്തി. ഇത് മതി തനിക്ക് ജയിക്കാൻ എന്നുറപ്പിച്ച് ജയതിലക് എന്ന അഴിമതിക്കാരനായ ചീഫ് സെക്രട്ടറിയോടെ 3ാം ഭരണത്തിൻ്റെ നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിർദ്ദേശിച്ചു. പക്ഷേ ജനവികാരം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശി പിണറായി കടപുഴകി. അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരുടെ നഷ്ടപ്പെട്ടു പോയ വീര്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു. പിണറായി പോയതോടെ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്നു. അവർ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും നിലയ്ക്ക് നിർത്താതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ മന്ത്രി ടി സിദ്ദിഖ് ആദ്യമായി ഒരു പത്രസമ്മേളനം നടത്തുന്നു. വകുപ്പ് ഡയറക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ ഒപ്പമുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ മുഖ്യ മാപ്ര റോഷി പാൽ വികാരഭരിതനായി ചാടി എണീക്കുന്നു. ഒരു ക്രിമിനലിനൊപ്പം പത്രസമ്മേളനത്തിലിരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുന്നു. മാപ്രകൾ ഓരോരുത്തരായി ചാടി എണീറ്റ് അവരുടെ വികാരം പങ്കുവച്ചതോടെ എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു പോവുകയാണ് മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന വകുപ്പ് ഡയറക്ടർ ഇറങ്ങിപ്പോകുന്നു. ഇതോടുകൂടി മാപ്രകൾ ആവേശഭരിതരാകുന്നു. ശ്രീരാം വെങ്കിട്ടരാമനെ മാധ്യമപ്രവർത്തകർ എതിർക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അവരുടെ കൂടെ ഒരാളുടെ ജീവൻ അനാവശ്യമായി എടുത്ത കേസിലെ പ്രതിയാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. 2019 ഓഗസ്റ്റ് തലസ്ഥാനത്തെ ഒരു മാധ്യമപ്രവർത്തകനും മറക്കാൻ കഴിയില്ല. അന്നായിരുന്നു KM ബഷീർ എന്ന സാധുവായ ഒരു മാധ്യമപ്രവർത്തകൻ ബൈക്ക് ഓടിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ ശ്രീരാം വെങ്കിട്ടരാമൻ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വഫ എന്ന ഒരു കൂട്ടുകാരിക്കൊപ്പം വണ്ടി അതിവേഗത്തിൽ പായിച്ച് അകാരണമായി ഈ ചെറുപ്പക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. അയാൾ മരിച്ചുപോയി. അയാളുടെ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടായി. അതൊരു അപകടമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. മദ്യപിച്ചോ ലഹരിക്ക് അടിമപ്പെട്ടോ അപകടമുണ്ടാക്കി മരണമുണ്ടാക്കിയാൽ അത് കൊലപാതകമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ശ്രീരാം വെങ്കിട്ടരാമൻ ചെയ്ത കുറ്റകൃത്യം, ശ്രീരാം തൻ്റെ കുറ്റകൃത്യം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ സഹായത്തോടെ നാടകം കളിച്ചു. സ്വാഭാവികമായും ശ്രീരാം വെങ്കിട്ടരാമനെ എത്തിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. അവിടെ വെച്ച് ഡോക്ടർ മദ്യത്തിൻ്റെ മണമുണ്ടെന്ന് എഴുതി. അപ്പോൾ പിന്നെ പോലീസ് ചെയ്യേണ്ടത് ഇയാളുടെ രക്തപരിശോധനയാണ്. മെഡിക്കൽ കോളേജിൽ വേണം എന്ന് പറഞ്ഞ് പോലീസ് അയാളെയും കൊണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ പോയില്ല. തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിൽ പോയി കൃത്രിമം കാണിച്ച് അയാൾ മെഡിക്കൽ പരിശോധന ഒഴിവാക്കി. അയാൾ മദ്യം മാത്രമല്ല ലഹരിയും ഉപയോഗിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ കിംസ് ആശുപത്രിയിൽ പോയി രക്തം മാറ്റി എന്നുമൊക്കെ ആരോപണങ്ങളുണ്ട്. എത്രമാത്രം വാസ്തവം എന്നറിയില്ല. അയാൾ അങ്ങനെ നിയമത്തിൻ്റെ പഴുതിലൂടെ ജയിൽവാസത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാളെ റിമാൻഡ് ചെയ്ത കോടതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് രോഗം അഭിനയിച്ച് അയാൾ രക്ഷപ്പെട്ടു. തെളിവില്ലാത്ത കേസിൽ എന്ത് സംഭവിക്കും എന്നുറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ കൊന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നിലപാടെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ കാപട്യം, ഇരട്ടത്താപ്പ് ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയായ ശ്രീരാം വെങ്കിട്ടരാമനെ സതീശൻ സർക്കാരും മന്ത്രിമാരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന നുണക്കഥയാണ്. ഈ ശ്രീരാം വെങ്കിട്ടരാമനെ സംരക്ഷിച്ചതും സഹായിച്ചതും സാക്ഷാൽ പിണറായി വിജയനായിരുന്നു. വാസ്തവത്തിൽ ശ്രീരാം വെങ്കിട്ടരാമൻ ഒരു 1ാം തരം ഓഫീസറായിരുന്നു. പ്രശാന്തിനെ പോലെ അദ്ദേഹം സബ് കളക്ടറായി ദേവികുളത്ത് ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹത്തിന് നീതിബോധം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ആ ഭാഗത്തെ ചന്ദന മാഫിയക്കെതിരെയും ഭൂമാഫിയക്കെതിരെയും മുഖം നോക്കാതെ നിലപാടെടുത്ത ധീരനായ
യുവ IAS ശ്രീരാം വെങ്കിട്ടരാമൻ. ശ്രീരാമിൻ്റെ പിതാവ് PR വെങ്കിട്ടരാമൻ അത്രമേൽ സ്വാത്വികനായ ഒരു അധ്യാപകനാണ്. മദ്യപിച്ചോ ലഹരിക്കടിമയായോ ഈ അപകടമുണ്ടാക്കിയതോടെ ശ്രീരാം വെങ്കിട്ടരാമനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ക്രിമിനൽ താവളത്തിൽ അഭയം തേടേണ്ടി വന്നു. പിണറായിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഇന്റഗ്രിറ്റി, സത്യസന്ധത അടിയറ വച്ച് ശ്രീരാം തൻ്റെ കരിയറിനെ പിടിച്ചു നിർത്തി. ശ്രീരാമിന് പിണറായി സർക്കാർ ഒരുപാട് പദവികൾ കൊടുത്തു, ഏറ്റവും മികച്ച പദവികൾ തന്നെ. അന്നൊന്നും ഈ മാധ്യമപ്രവർത്തകർ പ്രതിരോധിച്ചില്ല, പ്രതിഷേധിച്ചില്ല. ശ്രീരാം വെങ്കിട്ടരാമൻ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃഷിമന്ത്രി P. പ്രസാദ് അടക്കമുള്ളവർക്കൊപ്പം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവർക്കാർക്കും കിളി പറന്നില്ല. പിണറായിയുടെ കാലത്ത് ശ്രീരാം വെങ്കിട്ടരാമനെ പുനഃസ്ഥാപിച്ചപ്പോൾ ഇവരാരും പൊട്ടിത്തെറിച്ചില്ല. അതെ, ഭരണം മാറിയിരിക്കുന്നു. മാപ്പറകൾക്ക് നഷ്ടപ്പെട്ടു പോയ നട്ടെല്ല് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ അലറി വിളിച്ച് ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേക്കുറിച്ചുള്ള 1-2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി കേൾക്കുന്നത് ഉചിതമായിരിക്കും. N. ശ്രീനാഥ് എഴുതുന്നു, പൊട്ടിവീണ ധാർമ്മിക രോഷത്തിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് ശ്രീരാം വെങ്കിട്ടരാമനോട് പ്രതിഷേധിച്ചു. കൃഷിമന്ത്രി T. സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ കാർഷിക സെക്രട്ടറി ശ്രീരാം വെങ്കിട്ടരാമൻ പങ്കെടുത്തതാണ് പ്രകോപിപ്പിച്ചത്. സെക്രട്ടറി അല്ല, അദ്ദേഹം ഡയറക്ടറാണ്. മാധ്യമപ്രവർത്തകർ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കണം, പക്ഷെ അത് സർക്കാർ മാറുമ്പോൾ മാത്രം മതിയോ? ഇതേ ശ്രീരാം വെങ്കിട്ടരാമൻ ഇതേ തസ്തികയിലിരിക്കുമ്പോൾ കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് 1 വർഷം മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കൃഷിമന്ത്രി P. പ്രസാദ്, ഇന്ന് T. സിദ്ദിഖ്. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഒരു സംശയം, VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ദിവസമാണോ മാധ്യമപ്രവർത്തകർക്ക് ധാർമ്മികത ഉണ്ടായത്? അതോ T. സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം കണ്ടതുകൊണ്ട് ഉണ്ടായ ധാർമ്മികതയാണോ? T. സിദ്ദിഖ് എന്ന കൃഷിമന്ത്രിയുടെ സുഹൃത്തായ ശ്രീരാം വെങ്കിട്ടരാമൻ അല്ല വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അത് കൃഷി വകുപ്പ് സെക്രട്ടറിയാണ്. സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഈ ബോധമില്ലാത്തവർക്ക് എന്തിനാണ് സർക്കാർ അക്രഡിറ്റേഷൻ കാർഡ് നൽകിയിരിക്കുന്നത്? സുഹൃത്തുക്കളെ, മുഖം മൂടി അണിയുന്നത് ചിലർക്ക് നല്ലതാണ്. പക്ഷെ അത് മുഖം മൂടിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ വ്യാജന്മാരാകും. കോടതി നടപടി റിപ്പോർട്ട് ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ. ജഡ്ജിയുടെ കോട്ടിട്ട കസേരയിൽ കയറിയിരുന്നാൽ നിങ്ങൾ പ്രതിയാകും. ഹാരിസ് അറബി ഇങ്ങനെ എഴുതി, വ്യക്തിപരമായി നടന്ന ഒരു ഫോൺ സംഭാഷണമാണ്. ഇത് പറയണോ എന്നാലോചിച്ചു. പക്ഷേ കൃഷിമന്ത്രി T. സിദ്ദിഖ് ഇക്കയെ ടാർഗറ്റ് ചെയ്ത് CPM നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തുടർച്ചയാകുമ്പോൾ പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സിദ്ദിഖിനെ വിളിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അന്ന് സർക്കാർ നൽകിയ വീടുകൾ ചോർന്നൊലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ താമസയോഗ്യമല്ലാത്ത വീട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ പറയരുത്, പണി പൂർത്തിയാകാത്ത വീട് എന്ന് പറയണം, മറ്റേതൊരു മോശം പ്രയോഗമാണെന്ന് പറഞ്ഞ് എന്നെ തിരുത്തി. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്ര മമതയൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സിദ്ദിഖ് അങ്ങനെയല്ലായിരുന്നു. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വേണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ സർക്കാർ വീടുകൾ കൈമാറുന്ന തട്ടിപ്പ് പരിപാടിയിൽ സിദ്ദിഖ് കൂവാൻ മാത്രമായി CPM ഒരു കൂട്ടത്തെ നിയോഗിച്ചതാരും മറന്നു കാണില്ല. തർക്കിക്കാനോ വെല്ലുവിളിക്കാനോ ഒന്നും ഇറങ്ങാത്ത ആളാണ് സിദ്ദിഖ്. ഇന്ന് കൃഷിമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൃഷി വകുപ്പ് സെക്രട്ടറി ശ്രീരാം വെങ്കിട്ടരാമൻ പങ്കെടുത്തതിനെ ചോദ്യം ചെയ്ത് പത്രക്കാർ ബഹളമുണ്ടാക്കി. റിപ്പോർട്ടർ ലേഖകനായിരുന്നു മുന്നിലെന്ന് തോന്നുന്നു. തികച്ചും മുൻകൂട്ടി തിരക്കഥയുണ്ടാക്കിയ ഷോ. കഴിഞ്ഞ കാലത്ത് അന്നത്തെ കൃഷിമന്ത്രി P. പ്രസാദ് നടത്തിയ സകല പത്രസമ്മേളനങ്ങളും മറ്റും ശ്രീരാം വെങ്കിട്ടരാമൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇവർക്ക് പ്രതിഷേധമില്ലായിരുന്നു. പിണറായി വിചാരിച്ചിരുന്നെങ്കിൽ ഈ ശ്രീരാം സർവീസിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അപകടം നടന്ന ശേഷം ശ്രീരാമിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തത് എപ്പോഴാണെന്നും അയാൾ എങ്ങനെയാണ് നിയമത്തിന് വല പൊട്ടിച്ചത് എന്നും എല്ലാവർക്കും അറിയാം. ബഷീർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നടത്തുന്ന സുന്നി സംഘടനാ ഭാരവാഹികളും പിണറായി വിജയന് മുന്നിൽ ഭയപ്പെട്ടു നിന്നു. ഇപ്പോൾ പിണറായി അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് റിപ്പോർട്ടർ റോസ് മിൽക്കിനും കൂട്ടർക്കും സംസാരശേഷി വീണ്ടും കിട്ടിയത്. ഇവരോടൊക്കെ പണ്ട് VD സതീശൻ പറഞ്ഞ മറുപടിയാണ് നല്ലത്. ശല്യം ചെയ്താൽ ഇറക്കി വിടും എന്ന് തന്നെ പറയണം. മന്ത്രിയുടെ ബൈറ്റും വാർത്തയും കൊണ്ട് കഞ്ഞു കുടിക്കേണ്ട ആവശ്യം പത്രക്കാർക്ക് മാത്രമാണ്. സമാന രീതിയിൽ PC വിശ്വനാഥ്, അഡ്വക്കേറ്റ് OJ ജനീഷ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയ പുതിയ മന്ത്രിമാരോടൊക്കെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ ഇടയുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് ഒരു തൂണായാൽ മതി, മേൽക്കൂര ആവേണ്ട. ഇവരുടെ അഭ്യാസങ്ങൾക്ക് മുൻപിൽ വഴങ്ങേണ്ട കാര്യവുമില്ല.